ഹരേ കൃഷ്ണ. എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ നവവിധ ഭക്തിയുടെ ആദ്യത്തെ ഭാഗമായിട്ടുള്ള ശ്രവണത്തെ പറ്റിയാണ് നാം മനസ്സിലാക്കിയത്. രണ്ടാമത്തെ ഭാഗമായിട്ടുള്ള കീർത്തനത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമുക്ക് ചെറുതായിട്ട് ശ്രവണത്തെ പറ്റി ഒന്നുകൂടി മനസ്സിലാക്കാം. ശ്രവണത്തിന് വേണ്ടി നമുക്ക് വേണ്ടത് ശ്രവിക്കാനുള്ള ആ ഒരു ഉത്സാഹം വേണം. അതുപോലെ തന്നെ വിശ്വാസത്തോടു കൂടി നാം ശ്രവിക്കണം. നാം എന്താണോ ശ്രവിച്ചത് അത് നമ്മുടെ ജീവിതത്തിൽ പ്രാബല്യത്തിൽ കൊണ്ടുവരികയും ചെയ്യണം. ശ്രവണം പരിശീലിക്കുന്നതിനായിട്ട് നമുക്ക് ആദ്യമായിട്ട് വേണ്ട ഒരു ഗുണം എന്നത് ഭഗവത് ഭക്തന്മാരുമായിട്ടുള്ള സത്സംഗത്തിൽ നാം പങ്കുചേരണം. അവരിൽ നിന്ന്, അതായത് ബുദ്ധിമാന്മാരായ ആ ഭക്തന്മാരിൽ നിന്ന് ഭഗവാനെ പറ്റിയും വൈദിക ഗ്രന്ഥത്തെ പറ്റിയും കേട്ട് മനസ്സിലാക്കണം. അങ്ങനെ ഭഗവാന്റെ ആ ഒരു മഹത്വം കേൾക്കുന്നത് വഴി നമ്മുടെ മനസ്സിലുള്ള കാമക്രോധ മോഹ ലോഭ മത മാത്സര്യം അവയെല്ലാം നമുക്ക് നമ്മുടെ മനസ്സിൽ നിന്നും പൂർണ്ണമായിട്ടും തുടച്ചു മാറ്റാനായിട്ട് സാധിക്കും. ഭാഗവതത്തിലും ഈ ഒരു ശ്രവണത്തിന്റെ പ്രത്യേകതയെപ്പറ്റി പലയിടങ്ങളിലും പറയുന്നുണ്ട്. നമുക്ക് 1-2 ശ്ലോകം ഭാഗവതത്തിൽ പറയുന്നത് എന്താണെന്ന് ഒന്ന് നോക്കാം. ഭാഗവതം ആദ്യത്തെ സ്കന്ധത്തില് 2-ാമത്തെ അധ്യായത്തില് 18-ാമത്തെ ശ്ലോകത്തില് ഇപ്രകാരം പറയുന്നുണ്ട്: ശൃണ്വതാം സുഗതാം കൃഷ്ണ പുണ്യശ്രവണ കീർത്തനം ഹൃദയന്തസ്തോഹ്യ ഭദ്രാണി ഇതിനോദി സുഹൃത്സദ. അതുപോലെ തന്നെ 19-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നു: നഷ്ടപ്രായേഷു ഭദ്രേഷു നിത്യം ഭാഗവത സേവയ ഭഗവതുത്തമ ശ്ലോകെ ഭക്തിർഭവതി നൈഷ്ഠികി. നിത്യേനയുള്ള ഭാഗവത കഥാശ്രവണത്തിലൂടെയും ശുദ്ധഭക്തന്മാരെ സേവിക്കുന്നതിലൂടെയും ഹൃദയത്തിൽ ഉള്ള മാലിന്യങ്ങളെ പൂർണ്ണമായിട്ടും ഇല്ലാതാക്കാൻ സാധിക്കുന്നു. അതുകൂടാതെ ഹൃദയത്തെ പ്രക്ഷുബ്ധമാക്കുന്നത് എന്താണോ അതെല്ലാം തന്നെ പൂർണ്ണമായിട്ടും തുടച്ചു മാറ്റാനും സാധിക്കുന്നു. മാത്രമല്ല, അതീന്ദ്രിയ കീർത്തനങ്ങളാൽ പ്രകീർത്തിക്കപ്പെടുന്ന പരമ ദിവ്യോത്തമ പുരുഷനിലുള്ള പ്രേമ ഭക്തിയുത സേവനം ദൃഢമായ പരമാർത്ഥമായി ഉറപ്പാക്കപ്പെടുകയും ചെയ്യുന്നു. അങ്ങനെ ആ ഭക്തിയുത സേവനം ഹൃദയത്തിൽ സ്ഥാപിച്ച് കഴിഞ്ഞതിന് ശേഷം പിന്നീട് രജോ തമോ ഗുണം മൂലമുണ്ടാകുന്ന ആ ഒരു ഭോഗേച്ഛ, കാമം, അഭിലാഷങ്ങൾ അവയെല്ലാം തന്നെ ഇല്ലാതായി തീരുന്നു. അങ്ങനെ ഒരു ഭക്തൻ സത്വഗുണത്തിൽ എത്തിച്ചേരുകയും വളരെയധികം സന്തോഷം അനുഭവിക്കുകയും ചെയ്യുന്നു. ഇതിന്റെ തുടർച്ചയായിട്ട് അടുത്ത ശ്ലോകം, അതായത് ശ്ലോകത്തിൽ ഭാഗവതത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട്: ഏവം പ്രസന്ന മനസ്സോ ഭഗവത് ഭക്തി യോഗത ഭാഗവത തത്വവിജ്ഞാനം മുക്തസംഗസ്യ ജായതേ. അങ്ങനെ ശുദ്ധ സത്വഗുണത്തിൽ എത്തിയിട്ടുള്ള ആ വ്യക്തി ഭക്തിയുത സേവനത്തിലൂടെ ഉത്തേജിതനായ മനസ്സോടുകൂടി സർവവിധ, അതായത് സമസ്ത ഭൗതിക സംസർഗത്തിൽ നിന്നും സ്വതന്ത്രനായി മോക്ഷാവസ്ഥയിൽ എത്തിയിട്ട് പരമ ദിവ്യോത്തമ പുരുഷനായിട്ടുള്ള ഭഗവാനെ പറ്റിയിട്ടുള്ള ആ ശാസ്ത്രീയമായിട്ടുള്ള വിജ്ഞാനം നേടുന്നു. അങ്ങനെ നാം യഥാർത്ഥമായിട്ടുള്ള അറിവ് നേടി കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ഭൗതികമായിട്ടുള്ള അസ്തിത്വം നമുക്ക് ഇല്ലാതാക്കാനായിട്ട് സാധിക്കും. ഇതാണ് ഭാഗവതത്തില് ശ്രവണത്തിന്റെ ആ ഒരു പ്രാധാന്യത്തെ പറ്റി നമുക്ക് ഭഗവാൻ പറഞ്ഞു തരുന്നത്. ഇനി നമുക്ക് കീർത്തനത്തിന്റെ പ്രാധാന്യത്തെ പറ്റി ഒന്ന് മനസ്സിലാക്കാം. ഭഗവാന്റെ നാമരൂപ ഗുണലീലകളെ പറ്റിയുള്ള ഒരു സ്തുതിക്കുക, അതായത് വളരെയധികം ഹൃദയംഗമായ ഭക്തിയോടുകൂടി സ്തുതിക്കുന്നതിനെയാണ് കീർത്തനം എന്ന് പറയുന്നത്. ഈ ഒരു കലിയുഗത്തില് മോക്ഷപ്രാപ്തിക്കായിട്ടുള്ള ഒരു ഉപായം കീർത്തനം മാത്രമാണ്. അങ്ങനെ കീർത്തനത്തിലൂടെ തന്റെ ജീവിതം ആത്മസാക്ഷാത്കാരം നേടിയ വളരെയധികം ഭക്തന്മാരെ നമുക്കറിയാം. അതായത് ദ്രൗപദി, പ്രഹ്ലാദ് മഹാരാജാവ്, ധ്രുവ മഹാരാജാവ്, തുക്കാറാം, മീരാബായി, അങ്ങനെ പല പല ഭക്തന്മാരുടെ ഉദാഹരണം നമുക്ക് അറിയാം. ഇനി വൈദിക ഗ്രന്ഥങ്ങളിൽ അഥവാ സാഹിത്യങ്ങളിൽ പലയിടങ്ങളിലും കീർത്തനത്തിന്റെ പ്രാധാന്യത്തെ പറ്റി പറയുന്നുണ്ട്. ആദ്യമായിട്ട് നമുക്ക് കലിസന്ധാരണ ഉപനിഷത്തിൽ പറയുന്ന ആ പ്രാധാന്യം, കീർത്തനത്തിന്റെ പ്രാധാന്യം എന്താണെന്ന് ഒന്ന് മനസ്സിലാക്കാം. കലിസന്ധാരണ ഉപനിഷത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട്: ഭാഗവത ആദിപുരുഷസ്യ നാരായണസ്യ നാമോച്ചാരണ മാത്രേന നിർദ്ധ കലിർ ഭവതി. അതായത് ഈ കലിയുഗത്തില് ഭഗവാൻ നാരായണന്റെ അതീന്ദ്രിയ നാമജപത്തിലൂടെ നമുക്ക് എല്ലാ പാപങ്ങളെയും ശുദ്ധീകരിക്കാനായിട്ട് സാധിക്കും എന്ന് പറഞ്ഞു തരുന്നുണ്ട് നമുക്ക്. അതുകൂടാതെ ബൃഹത് നാരദീയ പുരാണത്തിൽ ഇപ്രകാരം പറയുന്നു: ഹരേർ നാമ ഹരേർ നാമ ഹരേർ നാമൈവ കേവലം കലൗ നാസ്തിയേവ 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 ഗതിരന്യഥ. ഈ കൽമഷത്തിന്റെയും കാപട്യത്തിന്റെയും
നാളുകളായിട്ടുള്ള കലിയുഗത്തില് ഹരിയുടെ നാമജപം മാത്രമേ നമുക്ക് മോക്ഷപ്രാപ്തിക്കായിട്ടുള്ളൂ എന്ന്, അത് മാത്രമേ ഉള്ളൂ, മറ്റൊരു മാർഗമില്ല, മറ്റൊരു മാർഗവുമില്ല എന്ന് നമുക്ക് ഉറപ്പിച്ച് പറഞ്ഞു തരികയാണ്. വീണ്ടും കലിസന്ധാരണ ഉപനിഷത്തില് ഇപ്രകാരം പറയുന്നുണ്ട്: ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഇതി ഷോഡശകം നാംനം കലികന്മഷനാശനം നാദോ പരതരോവായ സർവവേദേഷു ദൃശ്യതേ. അതായത് 38 വർണ്ണങ്ങളുള്ള ഈ ഒരു 16 നാമങ്ങൾ ആണ് കലിയുഗത്തിന്റെ എല്ലാ ബുദ്ധിമുട്ടുകളെയും മാറ്റി നമുക്ക് മോക്ഷപ്രാപ്തി നേടിത്തരാൻ സാധിക്കുന്നത്. അപ്പം കീർത്തനത്തിന്റെ പ്രാധാന്യത്തെ പറ്റി നമ്മൾ ഈ ഒരു വൈദിക സാഹിത്യങ്ങളിലെ പല ശ്ലോകങ്ങളിൽ നിന്നും മനസ്സിലാക്കി. ഇനി കീർത്തനത്തിലൂടെ ആത്മസാക്ഷാത്കാരം നേടിയ ഏറ്റവും നമുക്ക് ഉദാഹരണം പറയാൻ പറ്റിയ ആ ഒരു മഹത് ഭക്തൻ അഥവാ വൈഷ്ണവൻ മറ്റാരുമല്ല, നമുക്ക് ആദ്യം നാരദ മഹർഷിയുടെ ഉദാഹരണത്തിലേക്ക് പോകാം. നാരദ മഹർഷി എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് അറിയാം, എപ്പോഴും ഭഗവാന്റെ നാമം ഇങ്ങനെ സ്തുതിച്ചുകൊണ്ടേയിരിക്കും. നാരായണ 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 അങ്ങനെ സ്തുതിച്ചുകൊണ്ടിരിക്കുന്ന അദ്ദേഹത്തിന് വൈരികൾ, ഹരിയുടെ നാമം ജപിക്കുകയാൽ വൈരികൾ ആരും തന്നെ ഇല്ല. അദ്ദേഹത്തിന് 3 ലോകങ്ങളിലും എപ്പോഴും ആരുടെയും അനുവാദം കൂടാതെ, അസുര ലോകത്താണേലും സ്വർഗലോകത്തും എവിടെയും അദ്ദേഹത്തിന് ആരുടെയും അനുവാദം കൂടാതെ കയറി ചെല്ലാൻ സാധിക്കും. കാരണം അദ്ദേഹം മറ്റാരുടെയും നാമമല്ല ജപിക്കുന്നത്, മറ്റാരെയും അല്ല പുകഴ്ത്തുന്നത്, ഭഗവാൻ ഹരിയെയാണ് പുകഴ്ത്തുന്നത്. ഒരിക്കൽ നാരദ മഹർഷിക്ക് ദക്ഷ പ്രജാപതിയിൽ നിന്ന് ഒരു ശാപം ലഭിക്കുകയുണ്ടായി. തന്റെ ആയിരക്കണക്കിന് മക്കളെ ബ്രഹ്മചാരിയാക്കിയതിനാൽ നാരദ മഹർഷിക്ക് ഇനി ഒരിക്കലും ഒരു സ്ഥലത്ത് കൂടുതൽ സമയം വസിക്കാൻ ഇടവരാതിരിക്കട്ടെ എന്നും, അതുപോലെ എപ്പോഴും 3 ലോകങ്ങളിലും ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടേയിരിക്കുവാനും അങ്ങനെയുള്ള ഒരു ശാപം നാരദ മഹർഷിക്ക് ദക്ഷ പ്രജാപതി നൽകി. എന്നാൽ ആ ശാപത്തെ പോലും വളരെയധികം നല്ല ഒരു അനുഗ്രഹമായിട്ട് സന്തോഷത്തോടുകൂടി അദ്ദേഹം സ്വീകരിക്കുകയും ഭഗവാൻ നാരായണന്റെ നാമം ജപിച്ചുകൊണ്ട് 3 ലോകങ്ങളിലും എപ്പോഴും അദ്ദേഹം സഞ്ചരിക്കുകയും ചെയ്തു. അങ്ങനെ കീർത്തനത്തിന്റെ പ്രാധാന്യം നമുക്ക് മനസ്സിലാക്കി തന്ന ഒരു ഉത്തമ വൈഷ്ണവരാണ് നാരദ മഹർഷി. അതുകൂടാതെ കീർത്തനത്തിന്റെ ആ ഒരു പ്രാധാന്യത്തെ പറ്റി നമുക്ക് അദ്ദേഹം കാണിച്ചു തന്നു ഒരു വ്യക്തിയിൽ കൂടി തന്നെ. രത്നാകരൻ എന്ന വേട്ടക്കാരൻ പിന്നീട് എപ്രകാരമാണ് വാൽമീകിയുമായി രൂപാന്തരം പ്രാപിച്ചതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. രത്നാകരൻ വളരെയധികം കൊടും ക്രൂരതകൾ ചെയ്ത് കൂട്ടിയ ഒരു വ്യക്തിയായിരുന്നു. വനത്തിലുള്ള മൃഗങ്ങളെ പാതി കൊന്നിട്ട് ആ മൃഗങ്ങൾ മരണവെപ്രാളത്തിൽ അനുഭവിക്കുന്ന വിഷമങ്ങൾ കണ്ട് വളരെയധികം സന്തോഷം പോകിയിരുന്നു ഈ രത്നാകരൻ. നാരദ മഹർഷി ഇത് ഒരിക്കൽ കാണാനിടയായി. വലിയ വൈഷ്ണവനായിട്ടുള്ള നാരദ മഹർഷിക്ക് ഈ ഒരു അറിവില്ലായ്മയിൽ രത്നാകരൻ കാണിച്ചു കൂട്ടുന്ന കൊടും ക്രൂരതയിൽ വളരെയധികം ദയ തോന്നുകയും, അതായത് ദുഃഖിയാണ് വൈഷ്ണവൻ, അദ്ദേഹം ഈ രത്നാകരന് രാമനാമം ഉപദേശിച്ചു കൊടുക്കുകയും ചെയ്തു. എന്നാൽ തന്റെ ജീവിതത്തിൽ നിരന്തരം കൊടും ക്രൂരതകൾ ചെയ്ത രത്നാകരന് രാമ എന്ന വാക്ക് ഉച്ചരിക്കുവാനായിട്ട് സാധിച്ചില്ല. അതിനാൽ നാരദ മഹർഷി രത്നാകരനോട് പറഞ്ഞു, രാമ എന്ന വാക്ക് ഉച്ചരിക്കാൻ സാധിക്കുകയില്ലെങ്കിൽ മര എന്ന് ഉച്ചരിച്ചുകൊള്ളൂ. അങ്ങനെ നാരദ മഹർഷിയോടുള്ള ആ ഒരു ഭക്തിയും വിശ്വാസവും വെച്ചുകൊണ്ട് ഈ രത്നാകരൻ മര എന്ന് നിരന്തരം ജപിച്ച് പിന്നീട് അത് രാമ എന്ന് മാറി. രാമനാമത്തിന്റെ ആ ഒരു പ്രാധാന്യം മനസ്സിലാക്കാതെയാണ് ഈ രത്നാകരൻ ഈ ഒരു നിരന്തരം രാമനാമം ജപിച്ചിരുന്നത്. എന്നിട്ടുകൂടി, അതായത് ആ പ്രാധാന്യം മനസ്സിലാക്കാതെ ജപിച്ചിട്ട് കൂടി രത്നാകരൻ പിന്നീട് രാമായണം രചിച്ച വാൽമീകിയായി മാറി. അപ്പം ഹരേകൃഷ്ണ മഹാമന്ത്രത്തിന്റെ ആ ഒരു പ്രാധാന്യവും അർത്ഥവും മനസ്സിലാക്കാതെ ജപിച്ചാൽ കൂടി നമുക്ക് വളരെയധികം ഗുണമുണ്ടാകും. അപ്പം നാം മനസ്സിലാക്കി ജപിച്ചാൽ നമുക്കുള്ള ഗുണം എത്രയായിരിക്കും? കീർത്തനത്തിന്റെ ഒരു പ്രാധാന്യം നാരദ മഹർഷി നമുക്ക് ഈ ഉദാഹരണത്തിലൂടെ പറഞ്ഞു തരുന്നുണ്ട്. അതുപോലെ ധ്രുവ മഹാരാജാവിന്റെയും എല്ലാം നമുക്ക് പല കഥകളും ഭാഗവതത്തിൽ നമുക്ക് കാണാം. ഇനി വേറൊരു വിശിഷ്ട വ്യക്തിയായിട്ടുള്ള ശുകദേവ ഗോസ്വാമിയാണ് കീർത്തനത്തിന്റെ കൂടെ ആത്മസാക്ഷാത്കാരം നേടിയ മറ്റൊരു ഉദാഹരണം. പരീക്ഷിത്ത് മഹാരാജാവ് 7 ദിവസം നമ്മൾ കണ്ടു ശുകദേവ ഗോസ്വാമിയുടെ മുഖാരബന്ധത്തിൽ നിന്ന് ഭാഗവതം ഒരു തുള്ളി ജലപാനം പോലും ചെയ്യാതെ കേട്ടിരുന്നു. അതുപോലെ തന്നെ ശുകദേവ ഗോസ്വാമിയും
തന്റെ ജീവിതത്തിൽ വളരെയധികം മൗനിയായിരുന്നു. എന്നാൽ ആ 7 ദിവസം അദ്ദേഹം വളരെയധികം വാചാലനായിട്ട് ഭാഗവതം പരീക്ഷിത് മഹാരാജാവിനെ പോലെ തന്നെ അദ്ദേഹവും ഒരു തുള്ളി ജലപാനം പോലും ചെയ്യാതെ നിരന്തരം നിർത്താതെ ഭാഗവതം അദ്ദേഹത്തിന് പറഞ്ഞു കൊടുത്തു. അങ്ങനെ ആ ഭഗവാനെ പറ്റി പറയുമ്പോൾ നാം വാചാലനാകണം, അല്ലാത്ത ഗ്രാമ്യ കഥകൾ പറയുമ്പോൾ നാം വളരെയധികം മൗനിയായിരിക്കണം എന്ന് ശുകദേവ ഗോസ്വാമി നമുക്ക് കാണിച്ചു തന്നു. അപ്പോ അദ്ദേഹവും ഉത്തമ ഉദാഹരണമാണ് കീർത്തനത്തിലൂടെ ആത്മസാക്ഷാത്കാരം എപ്രകാരം നേടിത്തരാം എന്നുള്ളതിന്. അങ്ങനെ കീർത്തനത്തിനെ പറ്റി നമ്മൾ രണ്ടുപേരുടെ ഉദാഹരണം മനസ്സിലാക്കി. ഒന്ന് നാരദ മഹർഷി മഹാവൈഷ്ണവൻ, മറ്റൊരു മഹാവൈഷ്ണവനായിട്ടുള്ള ശുകദേവ ഗോസ്വാമി. നവവിധ ഭക്തിയുടെ ആദ്യത്തെ 2 പ്രധാനപ്പെട്ട അംഗങ്ങളായിട്ടുള്ള ശ്രവണത്തെ പറ്റിയും കീർത്തനത്തെ പറ്റിയും നാം മനസ്സിലാക്കി. ഇനിയുള്ള 7 ഭാഗങ്ങൾ നമുക്ക് ഇനി വരുന്ന വീഡിയോകളിലായിട്ട് കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ഒരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം, ഹരേ കൃഷ്ണ.